ഭാഗം ഒടുവിൽ രണ്ട് കൂട്ടരും നമ്മുടെ കാർത്തികയും കല്യാണിയും ഒരുമിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ടായില്ല. അപ്പം നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്, കല്യാണി ജനിച്ചതിൽ പിന്നെ നമ്മുടെ പ്രകാശൻ കല്യാണിക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൻ്റെ എല്ലാ ലാഭവും, അതായത് പ്രകാശൻ ഇപ്പോൾ നോക്കി നടത്തുന്ന എല്ലാത്തിൻ്റെയും ലാഭവും നമ്മുടെ കല്യാണിക്കായിരിക്കും ഞാൻ തരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാർത്തിക പറയുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ മനക്കോട്ട കെട്ടി ഇങ്ങനെ അങ്ങേ അപ്പുറം കെട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ കാർത്തികയാണെങ്കിൽ ഓരോ ഓഫറും വെച്ച് കൊടുക്കുക, കുറച്ച് സ്വർണം കൊടുക്കുന്നു, പൈസ കൂടുതൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രകാശന് ഇപ്പോഴാണെങ്കിൽ ഇത്ര ആണെങ്കിൽ അവളുടെ അമ്മയെ കെട്ടിക്കഴിയുമ്പോൾ ഞാൻ വലിയ കോടീശ്വരനാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ സരയു നമ്മുടെ മനുവേട്ടനെ ഇങ്ങനെ ഒഴിയാട്ടോ, എണ്ണയൊക്കെ പുരട്ടി കുറേ അടിയൊക്കെ കൊണ്ടല്ലോ, അപ്പോൾ ചൂടൊക്കെ പിടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ സരയു പറയുന്നുണ്ട്, അപ്പുറത്തൊരു മേഘന എന്ന് പറഞ്ഞൊരു ഒരുത്തി താമസിച്ചിരുന്നില്ലേ, അവളുടെ അനിയത്തി നിഷ ഇവിടെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മനു ചോദിക്കുന്നുണ്ടോ, നിഷയോ? അപ്പോൾ നമ്മുടെ സരയു നിങ്ങൾക്കെങ്ങനെ നിഷയെ അറിയാം എന്നിങ്ങനെ സംശയിച്ചിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത്. ഇനി സരയുവിൻ്റെ അടുത്ത് നമ്മുടെ മനുവിൻ്റെ കള്ളകഥ അഴിയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സരയു എന്തായാലും നമ്മുടെ നിഷ വെറുതെ അടിച്ചു വിട്ട പോലെയൊന്നും ആയിരിക്കില്ല. സരയു നല്ല കിടിലൻ മറുപടി തന്നെ ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. നല്ല പ്രേക്ഷകരെ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.